നമുക്കൊപ്പം ഹരിശങ്കർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സൈബർ ഓപ്പറേഷൻ SP ആണ് ശ്രീ ഹരിശങ്കർ. ശ്രീ ഹരിശങ്കർ, വെരി ഗുഡ് മോർണിംഗ്. കേൾക്കാമോ ശ്രീ ഹരിശങ്കർ? എന്നെ കേൾക്കുന്നുണ്ടോ അങ്ങ്? പറഞ്ഞോളൂ. ഓക്കെ. നമ്മളിപ്പോൾ കുറേ അധികം കോളുകൾ വരുന്നുണ്ട് പ്രേക്ഷകരുടെയും എല്ലാം. അപ്പോൾ അതിലൊരു സംശയമുള്ളത്, ഈ സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ട് കാര്യമായിട്ട് ഒന്നും നടക്കുന്നില്ല എന്നൊരു പരാതി അവർ പറയുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും അപ്പുറം നമുക്ക് ഇവരെ എങ്ങനെ ഒന്ന് അവെയറാക്കി എടുക്കാൻ പറ്റും? കാര്യം ഈ 55-60 വയസ്സൊക്കെയുള്ള ആളുകൾ, വളരെ സാധുക്കളായ ആളുകൾ വാട്സപ്പ് കോൾ വന്ന് ഭയന്നിരിക്കുന്നുണ്ട് പലരും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സൈബർ ഹെൽപ്പ് ലൈൻ കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഫ്രോഡ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് സംശയങ്ങൾ ചോദിക്കാൻ, എൻക്വയറീസ് ചോദിക്കാനും, അതോടൊപ്പം തന്നെ സൈബർ ഫിനാൻഷ്യൽ ഫ്രോഡ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യാനും 24/7 നമുക്ക് 1930 എന്ന് പറയുന്ന സൈബർ ഹെൽപ്പ് ലൈൻ. ഞാൻ ഒന്നുകൂടി ഒന്ന് പ്രേക്ഷകരോട് പറഞ്ഞോട്ടെ, 1930 അല്ലേ? അതെ. ഓക്കെ, തുടർന്നോളൂ. അപ്പോൾ കേരള പോലീസിന്റെ സൈബർ ഡിവിഷൻ ഒരു പുതിയ ഡിവിഷനാണ്. 2024 സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ തന്നെ നമുക്ക് ഈ 1930 എന്നുള്ള സിസ്റ്റം 24 hours പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഒരു സൈബർ ഫിനാൻഷ്യൽ ഫ്രോഡ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അത്തരം വിഷയങ്ങൾ നമുക്ക് വരുമ്പോൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വീഡിയോ കോൾ വന്നു, ലഹരി വസ്തു കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളാരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു, അത്തരം സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത് ജെനുവിൻ ആണോ അല്ലയോ എന്നുള്ളത് അപ്പൊ തന്നെ ആ കോൾ കട്ട് ചെയ്തിട്ട് 1930 വിളിച്ച് ചോദിച്ചാൽ നമുക്ക് അപ്പൊ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള പരിഹാരം കൊടുക്കാനും അത് ശരിയല്ല എന്നുള്ള വിവരങ്ങൾ പറയാനും ഒക്കെ സാധിക്കും. അപ്പോൾ എപ്പോഴും ഏത് സമയത്തും 24/7 കോൺടാക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഹെൽപ്പ് ലൈൻ ആണത്. ദാറ്റ് ഇസ് നോട്ട് ഓൺലി ഫോർ റിപ്പോർട്ടിംഗ് സൈബർ ഫ്രോഡ്, പക്ഷേ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള എൻക്വയറീസ് ചോദിക്കുന്നതിനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു സംശയമുള്ളത് ശ്രീ ഹരിശങ്കർ, ഇത്തരം കേസുകളിൽ നമുക്ക് അന്വേഷണത്തിനൊരു പരിമിതി ഉണ്ടല്ലേ? കാര്യം ഇവർ പലപ്പോഴും രാജ്യാന്തര നെറ്റ്വർക്കും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടവരായതുകൊണ്ടാണോ? സൈബർ ഫ്രോഡ്സിന്റെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഭൂരിഭാഗം സൈബർ കുറ്റകൃത്യങ്ങളുടെ ആസ്ഥാനം വിദേശ രാജ്യങ്ങളിലാണ്. അതില് നമുക്ക് സാങ്കേതികമായ ഒരുപാട് വ്യത്യാസങ്ങൾ ഇന്ത്യയിൽ പല സെക്ടേഴ്സിലും വരേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് എന്റെ വാട്സാപ്പ് നമ്പർ, എന്റെ നമ്പറിൽ നിന്നും ഒരാൾക്ക് വാട്സാപ്പ് കംബോഡിയയിലോ തായ്ലൻഡിലോ ഇരുന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയും. എന്റെ ലൊക്കേഷൻ തിരുവനന്തപുരത്തിരിക്കുമ്പോഴും തായ്ലൻഡിൽ എന്റെ വാട്സാപ്പ് നമ്പർ ആക്റ്റീവ് ആക്കാൻ കഴിയും. ഞാൻ OTP ഷെയർ ചെയ്താൽ മതി. അപ്പോ ആളുടെ ലൊക്കേഷൻ ഇന്ത്യയിൽ ഇരിക്കുമ്പോൾ തന്നെ അതേ നമ്പറിൽ വിദേശ രാജ്യത്ത് നിന്ന് വാട്സാപ്പ് വിളിക്കാൻ കഴിയും. ഇത് സാധാരണഗതിയിൽ അനുവദിക്കാൻ പാടുള്ളതല്ല. അപ്പൊ അത്തരം ഒരുപാട് സാങ്കേതികരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പോ പണ്ടുകാലം നമ്മുടെ സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ കാലം പോലെ ജംതാരയിലോ സൂരത്തിലോ ഒതുങ്ങി നിൽക്കുന്ന അല്ല ഇപ്പോഴത്തെ സൈബർ ക്രൈംസിന്റെ ഒരു സീറ്റ് എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാം തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇന്ത്യ ഒട്ടാകെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ലാംഗ്വേജ് ബേസിസിൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പോകുന്ന ആളുകൾ ഭൂരിഭാഗം പേരും ടൂറിസ്റ്റ് വിസയിൽ പോകുന്നവരാണ്. ടൂറിസ്റ്റ് വിസയിൽ പോയിട്ട് അവിടെ ചെന്നതിന് ശേഷം ഇത്തരം കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ടൂറിസ്റ്റ് വിസയിൽ പോകുന്നവരെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ കഴിയും. അപ്പൊ അത്തരം ഒരുപാട് തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇതിനകത്ത് അന്വേഷണത്തിൽ സ്വാഭാവികമായിട്ടും വരുന്നൊരു ഇഷ്യൂ ഈ ട്രാൻസ്നാഷണൽ ബൗണ്ടറീസും നമ്മളെ MLAT ഇഷ്യൂസും കൺട്രീസ് തമ്മിലുള്ള സഹകരണവും അത്തരം കാര്യങ്ങളെല്ലാം അതിനകത്ത് ഘടകങ്ങളായിട്ട് വരുന്നുണ്ട്. ശ്രീ ഹരിശങ്കറിന്റെ ശ്രദ്ധയിൽപ്പെട്ട ഏറ്റവും കൗതുകകരമായ കേസ് എന്തെങ്കിലും ഉണ്ടോ ഇതേപോലെ ഈ ആളുകളൊന്ന് കരുതിയിരിക്കാൻ? കേരളത്തില് ഏറ്റവും കൂടുതലായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ വരുന്നത് 3 തരത്തിലുള്ള കേസുകളാണ്. ഡിജിറ്റൽ അറസ്റ്റ്. മാധ്യമങ്ങൾ തന്നെ, പ്രത്യേകിച്ച് ഫോട്ടോ ചാനൽ, ഏഷ്യാനെറ്റ് ഒക്കെ തന്നെ വളരെ കാര്യമായിട്ട് അതിൽ പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. ഒരു അന്വേഷണ ഏജൻസിയും വെർച്വൽ അറസ്റ്റ് ചെയ്യില്ല. ഒരു അന്വേഷണ ഏജൻസിയും ഒരാളെ വെർച്വൽ അറസ്റ്റിലാക്കിക്കൊണ്ട് പണം ആവശ്യപ്പെടില്ല. ഏത് അന്വേഷണ ഏജൻസിക്കും ഇന്ത്യയിലെ ഏത് ബാങ്ക് മരവിപ്പിക്കുവാനും അവരുടെ ട്രാൻസാക്ഷൻ അനലൈസ് ചെയ്യാനുള്ള അധികാരമുള്ളപ്പോൾ പണം ട്രാൻസ്ഫർ ചെയ്യാൻ പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട മിനിമം ലോജിക് എന്ന് പറയുന്നത്. വരുന്ന ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡ്സ് ആണ്. സാധാരണഗതിയിൽ സർപ്ലസ് ഇൻകം ഉള്ള ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അഡ്വർടൈസ്മെന്റ്സ് വിടുന്നു. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ആളുകൾ വിളിച്ച് നമ്മളെ വ്യാജ വെബ്സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്യിച്ച് വലിയ തുക നിക്ഷേപങ്ങൾ നടത്തിക്കുന്നു. ഇരട്ടി തുക കിട്ടുമെന്നുള്ള വാഗ്ദാനത്തിലാണ് നടത്തുന്നത്. അത് കിട്ടി എന്ന് തോന്നിക്കത്ത രീതിയിൽ നമുക്ക് റിട്ടേൺസ് വെബ്സൈറ്റിൽ കാണിക്കുകയും ചെയ്യും. എന്നാൽ അതൊന്നും വിഡ്രോ ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇത്തരം 2 തരത്തിലുള്ള ഫ്രോഡുകൾ മോസ്റ്റ് കോമൺ ആയിട്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. മൂന്നാമതായി പറഞ്ഞാൽ OTP ബേസ്ഡ് ആയിട്ടുള്ള ഇത്തരം വാട്സാപ്പിലൊക്കെ വരുന്ന OTPs നമുക്ക് ചോദിക്കും. നമ്മുടെ വാട്സാപ്പിന്റെ നമുക്ക് വരുന്ന OTP നമ്മൾ ഷെയർ ചെയ്താൽ ഒരു പക്ഷേ നമ്മുടെ വാട്സാപ്പ് മൊത്തമായിട്ട് അവർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇത്തരം തരത്തിലുള്ള ക്രൈംസ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു കാരണവശാലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യരുത്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ iOSലും ഒക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, കൗതുകകരമായിട്ടുള്ളതും ഉപയോഗപ്രദമായിട്ടുള്ളതും. അതിൽ നമ്മുടെ തൽക്കാലം നമ്മുടെ എന്റർടൈൻമെന്റ് അതിൽ ലിമിറ്റ് ചെയ്യുകയും ഈ വാട്സാപ്പ്, ടെലിഗ്രാം ഒക്കെ വഴി വരുന്ന ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. അതൊക്കെ തന്നെ നമ്മുടെ ഫോണിന്റെ കൺട്രോൾ
മറ്റൊരാൾക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ആയിരിക്കും. അതിനൊക്കെ തന്നെ നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ ക്രെഡൻഷ്യൽസ് ഒക്കെ ചോർന്നു പോകുന്ന സ്ഥിതി ഉണ്ടാവും. ഓക്കെ, താങ്ക് യു ശ്രീ ഹരിശങ്കർ. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു, അത് ആളുകൾ കേൾക്കട്ടെ. തീർച്ചയായിട്ടും ഇനി ഞങ്ങൾ ബന്ധപ്പെടും. കാര്യം ഇത്തരം പരാതികൾ വരുമ്പോൾ നമുക്ക് കേസുകളൊന്നും ആ രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിലും അവർക്കൊരു ഇൻഫർമേഷൻ കൊടുക്കാൻ സഹായകരമാവും. നമ്മൾ ഇടവേളകളിൽ ഈ സൈബർ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇൻഫർമേഷൻ നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാം.